എല്ലാവർക്കും എൻ്റെ സ്റ്റഡി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പഠന രീതി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് എല്ലാം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് LPUP എക്സാമിനാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ബുക്സും ഞാൻ മുന്നേ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു USSൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് പുതിയ SCERT ആണ്, പുതിയ SCERT റാങ്ക് ഫയലും. അതുപോലെ തന്നെ ഈ കാണുന്നത് പഴയ SCERT ആണ്. പിന്നെ ഇത് ഞാൻ മുന്നേ എപ്പോഴും പ്രിപ്പയർ ചെയ്ത നോട്ട്സാണ്, ഒക്കെ കളക്ട് ചെയ്ത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പം എൻ്റെ പഠനമൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ അടുത്തുള്ള ബുക്സും. ഇനിയും കുറച്ചുകൂടി ബുക്സ് ഉണ്ട്, അതൊന്ന് ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. ആൻഡ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 5-ാം തീയതിയാണ്. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സ്റ്റഡി വ്ലോഗിലേക്ക് നമുക്ക് കടക്കാം. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ബുക്സ് എല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇത് എൻ്റെ LPUP എക്സാമിൻ്റെ സിലബസാണ്. കഴിഞ്ഞ എക്സാമുകൾ കണ്ടക്ട് ചെയ്തപ്പോൾ ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇനി SCERT ടെക്സ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ മാറ്റങ്ങൾ വരാം സിലബസിൽ. എന്നിരുന്നാലും ഈ ഒരു സിലബസിൻ്റെ ബേസിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബയോളജിയാണ്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ മെയിൻ സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. ഞാൻ ബോട്ടണി പഠിച്ചൊരു വ്യക്തിയാണ്. ഇതാണ് LPUPയുടെ സിലബസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സിലബസിൽ നിന്ന് വ്യത്യാസമായിട്ട് സൈക്കോളജി എന്ന് പറയുന്നൊരു പോർഷനും അതുപോലെ തന്നെ ബോധനശാസ്ത്രം എല്ലാ AC പരീക്ഷയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഈ 2 ടോപ്പിക്സാണ് എക്സ്ട്രാ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബുക്സ് എല്ലാം കളക്ട് ചെയ്തു, സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തു, സിലബസ് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഇതുപോലൊരു നോട്ട്ബുക്കാണ്. വേറെ ഒന്നിനുമല്ല, എല്ലാ ദിവസത്തെയും ടൈം ടേബിൾ എഴുതി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് ഞാൻ എന്താണോ പഠിക്കുന്നത് അതാണ് ഞാൻ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. ബയോളജിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. മറ്റൊന്നുമല്ല, ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കിയുള്ള ടോപ്പിക്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റും. ഇതങ്ങ് പഠിച്ച് മാറ്റാൽ ബാക്കിയുള്ള ടോപ്പിക്സിന് നമുക്ക് എക്സ്ട്രാ ടൈമൊക്കെ എടുത്ത് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു സെൻസിലാണ് ആദ്യം ബയോളജി തന്നെ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസത്തെയും സ്റ്റഡി ടൈം ടേബിളിൽ മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം ഈ 3 സബ്ജക്റ്റുകളും എല്ലാ ദിവസവും ആഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് മാത്സിലുള്ള ആദ്യത്തെ 2 ടോപ്പിക്കാണ് ഞാൻ എൻ്റെ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 2 ടോപ്പിക്സ്, ഫസ്റ്റ് വൺ ഭിന്നസംഖ്യ, അതുപോലെ അടുത്തത് ദശാംശ സംഖ്യ. ഈ 2 എണ്ണമാണ്. അതുപോലെ ഇംഗ്ലീഷിലെയും ആദ്യത്തെ ടോപ്പിക്കാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾസാണ്. അപ്പം അതൊരു ചെറിയ ഈസി ടോപ്പിക്കാണ്. അധികം ടോപ്പിക്സ് ഒന്നും ഇന്നത്തെ ദിവസം ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. അപ്പം ആർട്ടിക്കിൾസാണ് എഴുതാനായിട്ട് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഇന്നത്തെ ടൈം ടേബിൾ. ഇന്ന് ഞാനിത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എല്ലാ ടോപ്പിക്കിൻ്റെയും SCERT ആദ്യം കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം റാങ്ക് ഫയലിൽ വരുന്ന എക്സ്ട്രാ പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സും കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ദെൻ അവൈലബിൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യും. ഇംഗ്ലീഷ് ഞാൻ പഠിച്ചത് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളൊരു നോട്ട് വെച്ചിട്ടാണ്. ഇത് ഞാൻ മുന്നേ ഒരു തവണ പഠിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കി, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി, അറിയാത്തതൊക്കെ ഒന്നും കൂടി പഠിച്ചെടുത്തു. അത്രയാണ് ഇംഗ്ലീഷിൽ ചെയ്തത്. ആർട്ടിക്കിൾസ് എളുപ്പമുള്ളൊരു ടോപ്പിക്കാണല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഇതിലുള്ളത് മാത്സിൻ്റെയാണ്. മാത്സും ഇതുപോലെ തന്നെ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന്
വായിച്ച് നോക്കി, അറിയാത്ത ചോദ്യങ്ങളൊന്നും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കി. മുന്നത്തെ നോട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ പഠനം കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അത്യാവശ്യം സമയം എടുത്തെങ്കിൽ പോലും പിന്നീട് എഴുതേണ്ട ഒരു സമയം വേണ്ടി വന്നില്ല. കാരണം ഓൾറെഡി നോട്ട്സ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും നോട്ട്സൊന്നും കയ്യിലിരിക്കുന്നില്ല, എന്നാലും കുറച്ചെല്ലാം തന്നെ കയ്യിലുണ്ട്. പിന്നെ ഇതെല്ലാം റിവൈസ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതെടുക്കാൻ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ പഠിത്തത്തിനിടയിൽ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ അത് വിട്ടു. പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ടൈം ടേബിൾ. അതിൽ എല്ലാം തന്നെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബയോളജിന് നേരെ ഞാൻ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ പേരുകളാണ്. പുതിയ SCRTയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ അതിൽ ഒന്നുകൂടി പഠിക്കേണ്ട കാര്യം മാത്രം ഇവിടെ ഒരു ബോക്സിലാക്കി എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇത്രയും ടോപ്പിക്സ് നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി റിവിഷനാണ് ചെയ്യേണ്ടത്. രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ ഇതിലെ മെയിൻ പോയിൻറ്റ്സ് മാത്രം ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പം ബയോളജി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്കൂൾ ടൈം എന്ന് പറയുന്ന ബുക്കാണ് യൂസ് ചെയ്തത്. ലക്ഷ്യയുടെ സ്കൂൾ ടൈം ബയോളജി അല്ലാതെ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. സോഷ്യൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ കെമിസ്ട്രി ഉണ്ട് കേട്ടോ. ഈ 4 ടെക്സ്റ്റുകളാണ് ഉള്ളത്. 5 മുതൽ 10 വരെയുള്ള ന്യൂ SCRT ടെക്സ്റ്റുകളാണ്. ഇതിൽ ബയോളജി മാത്രമേ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള സബ്ജക്റ്റ്സ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതൊക്കെ നോക്കിയ ശേഷം ഞാൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്സിൻ്റെ റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് പറയാം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. കണ്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. താങ്ക് യു.